അടിപൊളി സിനിമ കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഈ കാലഘട്ടത്തിൽ ഇത് വേണം. കുറെ കിണയന്മാർ വന്ന് സിനിമ ഇറങ്ങും മുമ്പേ അതിന് മോശം റിവ്യൂ പറഞ്ഞ് ഒരു സിനിമ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പിന്നിലും മുന്നിലും ഉണ്ടാക്കുന്ന കഷ്ടപ്പാട് അതൊന്ന് അറിയണം. ശരിക്കും മനസ്സറിഞ്ഞ് പറയും. ഇതെല്ലാവരും കാണണം. ഈ റിവ്യൂ പറയുന്ന കുറേ പൊട്ടന്മാരുണ്ടല്ലോ, അവരൊക്കെ ഇത് മനസ്സിലാക്കണം. ഇതിൻ്റെ വേദന സിനിമ വലുതോ ചെറുതോ ഒന്നുണ്ട് എന്നതല്ല, അതിൻ്റെ പിന്നിലുള്ള കഷ്ടപ്പാടാണ് മനസ്സിലാക്കേണ്ടത്. ഒരുപാട് എന്താ പറയണ്ട, അത്ര ഭയങ്കര സിനിമ. ഞങ്ങൾ ഫുള്ള് ചിരിക്കുമായിരുന്നു. സന്തോഷം. നല്ല സിനിമയായിരുന്നു, നന്നായിട്ട് ചിരിച്ചു. കുറെ നാൾക്ക് ശേഷം നല്ലൊരു കോമഡി പടം വന്നു, നല്ലായിരുന്നു. എല്ലാവരുടെയും നല്ലത്, എല്ലാവരും സെൽഫ് കോമഡി ആയിരുന്നു, നല്ല രസമായിരുന്നു. കണ്ട് കൊതി തീർന്നിട്ടില്ല. ഇനി വേണമെന്നാ ഓരോരുത്തരും അവരവരെ തന്നെ ട്രോൾ ചെയ്തിട്ട് ഇങ്ങനെ ഒരു സിനിമ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഓക്കെ, നിവിൻപോളിയുടെ കംബാക്ക് ആയിരുന്നു. നല്ല സിനിമകൾ ഇനിയും വരട്ടെ. വിനീത് ശ്രീനിവാസന്റെ ഒരു മിനിമം ഗ്യാരണ്ടി എന്ന് പറയുന്നത് അത് എങ്ങനത്തെ പടമാണെങ്കിലും ഈ മ്യൂസിക് എങ്ങനെ സിനിമയായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നതനുസരിച്ചാണ്. അത് പെർഫെക്റ്റ് ആണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, നല്ല സിനിമയാണ്. വർഷങ്ങൾക്ക് ശേഷം നല്ല സിനിമയാണ്. നിവിൻപോളീസ് തിരിച്ചു വന്നു, സൂപ്പർ. നിവിൻപോളി ചുമ്മാ എത്തിയ പടത്തിൽ നല്ല സിനിമ. പടം എന്ന് പറഞ്ഞാൽ എബവ് ആവറേജാണ്. ആവറേജ് എന്ന് പറഞ്ഞാൽ ഫീൽ ഗുഡാണ്. പിന്നെ നിവിൻ്റെ അഴിഞ്ഞാട്ടം ഒന്നും പറയാനില്ല. നിവിൻ്റെ ഒരു കംബാക്ക് എന്ന് തന്നെ പറയാം. ധ്യാൻ ശ്രീനിവാസിൻ്റെ ബെസ്റ്റ് പെർഫോമൻസ്, ഭയങ്കര രസമായിരുന്നു. പിന്നെ കുറച്ച് ക്രിഞ്ച് സീൻസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട്. അതന്നെ, കല്യാണി വർക്കായില്ല. കല്യാണിയിലെ ഭാഗമൊക്കെ ഇച്ചിരി ക്രിഞ്ചായിരുന്നു. ബാക്കി എനിക്ക് പ്രണവ് ഇഷ്ടമായി. പ്രണവ് ധ്യാനും അടിപൊളിയായിരുന്നു. പിന്നെ നിവിൻ തന്നെ സെക്കൻഡ് ഹാഫ് നിവിൻ അങ്ങോട്ട് വേറെ ലെവലാ. നിവിൻ്റെ കംബാക്ക് ഒന്നും പറയാനില്ല. എങ്ങനെ ബേസിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ബേസിൽ വരുന്ന സ്ഥലത്ത് കുറച്ച് കോമഡി ഉണ്ട്, കൊള്ളാം. പടം എന്തായാലും ഭയങ്കര അടിപൊളി എന്നൊന്നും പറയാനില്ല. പക്ഷേ വിനീത് ശ്രീനിവാസനെ അറിയാലോ, കുറച്ച് ഇച്ചിരി ഒരു ക്രിഞ്ചും. പക്ഷേ കൊള്ളാം പടം. കണ്ണിൽ ഉണ്ട്. സെക്കൻഡ് ഹാഫ് നിവിൻ തന്നെ പിടിച്ചിരുത്തുന്നുണ്ട് നമ്മളെ. പടം എന്ന് പറഞ്ഞാൽ എബവ് ആവറേജാണ്. ആവറേജ് എന്ന് പറഞ്ഞാൽ ഫീൽ ഗുഡാണ്. പിന്നെ നിവിൻ്റെ അഴിഞ്ഞാട്ടം ഒന്നും പറയാനില്ല. നിവിൻ്റെ ഒരു കംബാക്ക് എന്ന് തന്നെ പറയാം. ധ്യാൻ ശ്രീനിവാസിൻ്റെ ബെസ്റ്റ് പെർഫോമൻസ്, ഭയങ്കര രസമായിരുന്നു. പിന്നെ കുറച്ച് ക്രിഞ്ച് സീൻസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട്. അതന്നെ, കല്യാണി വർക്കായില്ല. കല്യാണിയിലെ ഭാഗമൊക്കെ ഇച്ചിരി ക്രിഞ്ചായിരുന്നു. ബാക്കി എനിക്ക് പ്രണവ് ഇഷ്ടമായി. പ്രണവ് ധ്യാനും അടിപൊളിയായിരുന്നു. പിന്നെ നിവിൻ തന്നെ സെക്കൻഡ് ഹാഫ് നിവിൻ അങ്ങോട്ട് വേറെ ലെവലാ. നിവിൻ്റെ കംബാക്ക് ഒന്നും പറയാനില്ല. എങ്ങനെ ബേസിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ബേസിൽ വരുന്ന സ്ഥലത്ത് കുറച്ച് കോമഡി ഉണ്ട്, കൊള്ളാം. പടം എന്തായാലും ഭയങ്കര അടിപൊളി എന്നൊന്നും പറയാനില്ല. പക്ഷേ വിനീത് ശ്രീനിവാസനെ അറിയാലോ, കുറച്ച് ഇച്ചിരി ഒരു ക്രിഞ്ചും. പക്ഷേ കൊള്ളാം പടം. കണ്ണിൽ ഉണ്ട്. സെക്കൻഡ് ഹാഫ് നിവിൻ തന്നെ പിടിച്ചിരുത്തുന്നുണ്ട് നമ്മളെ. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നിവിൻ പോളിയുടെ നല്ലൊരു കമ്മിങ് ബാക്കാണ്. നന്നായിട്ടുണ്ട്. വളരെ നല്ല ഡയറക്ഷനും എഡിറ്റിങ്ങുമാണ്. പാട്ടുകളൊക്കെ നന്നായിരുന്നു. നല്ല മ്യൂസിക്കാണ്. നല്ല മൂവി, ഫീൽ ഗുഡ് മൂവിയാണ്, കൊള്ളാം. വിനീത് ശ്രീനിവാസന്റെ പടം തന്നെ. എടുത്തു പറയാൻ എന്താ പറയാ, അടിപൊളി, നന്നായിട്ടുണ്ട്. ശരി, കൊള്ളാം, നന്നായിട്ടുണ്ട്.